തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ രോഗഹരമായ ചൈതന്യ പ്രഭാവത്തോടുകൂടിയാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. 5000 വർഷങ്ങൾക്കും അപ്പുറത്ത് ദ്വാപരയുഗത്തിൽ ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും ദേവവൈദ്യന്മാരുമായിരുന്ന അശ്വിനീ ദേവന്മാരുടെ പുത്രൻ നകുലൻ പ്രതിഷ്ഠിച്ചതുകൊണ്ട് തന്നെ ഇവിടെ ആരോഗ്യത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കർക്കിടക മാസത്തിൽ 17-ാം തീയതി തുടങ്ങുകയാണല്ലോ. കർക്കിടക മധ്യത്തിലാണ് ലോകമെങ്ങും കാത്തിരിക്കുന്ന ഔഷധ സേവ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും ദേവവൈദ്യന്മാരുമായിരുന്ന അശ്വിനീ ദേവന്മാരുടെ പുത്രൻ നകുലൻ പ്രതിഷ്ഠിച്ചതുകൊണ്ട് തന്നെ ആധിവ്യാധികളൊക്കെ അകലുന്നതിന്, അല്ലെങ്കിൽ രോഗകരമായ ഒരു ചൈതന്യ പ്രവാഹം നമ്മളിലേക്ക് പടരുന്നതിന് ഈ വരുന്ന കർക്കിടകം 1 മുതൽ നടത്താവുന്ന കുറച്ച് വഴിപാടുകളുണ്ട്. അതിൽ വളരെ പ്രധാനമായിട്ടുള്ളത് ധന്വന്തരി പൂജയാണ്. അതുകൂടാതെ നമുക്ക് ഭഗവാൻ ഔഷധകൃഷ്ണനാണ്. അപ്പോൾ ഭഗവാൻ ഒരു കുടം എള്ളെണ്ണ സമർപ്പിക്കുന്നതും വളരെ വിശേഷമാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഈ ഒരു എണ്ണ എന്ന് പറയുന്ന അത്ഭുത ഫലസിദ്ധിയുള്ളതാണ്. അത് ഉള്ളിൽ കഴിക്കാൻ, അല്ലെങ്കിൽ തലയിൽ പുരട്ടാൻ, അതുപോലെ രോഗകരമായൊരു ചൈതന്യ പ്രഭാവമുള്ള ആ ഭഗവാന് അഭിഷേകം ചെയ്ത എണ്ണ എന്ന് പറയുന്നത് ശരിക്കും ഫലസിദ്ധി പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വേദനയുള്ള ഭാഗത്തൊക്കെ പുരട്ടാം. കുട്ടികൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ വർദ്ധിക്കുന്നതിനും ഇത് വളരെ വിശേഷമാണ്. ഉള്ളിൽ കഴിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലയിൽ പുരട്ടാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ചന്ദനം ചാർത്തും വളരെ വിശേഷമാണ്. അപ്പോൾ രോഗങ്ങൾ ശമിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 21 ദിവസം സ്വസ്തി സൂക്ത അർച്ചന ചെയ്യാം. അതോടൊപ്പം നമുക്ക് ഈ ചന്ദനം ചാർത്തും എണ്ണ അഭിഷേകവും. അപ്പോൾ അഭിഷേകം ചെയ്ത എണ്ണയും അതുപോലെ ചാർത്തിയ ചന്ദനത്തിൻ്റെ പ്രസാദവും നമ്മൾ അയച്ചു തരുന്നു. അപ്പോൾ അത് നമുക്കത് യൂസ് ചെയ്യാം, പതിവായിട്ട് യൂസ് ചെയ്യാം. വലിയ മാറ്റങ്ങൾ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു കർക്കിടക മാസത്തിൽ 1-ാം തീയതി മുതൽ അടുത്ത 30 ദിവസം നീണ്ടു നിൽക്കുകയാണ്. അതിൻ്റെ മധ്യത്തിൽ വരുന്ന ഔഷധ സേവയും, പിന്നെ നമുക്ക് രോഗശമനം പ്രദാനം ചെയ്യാനായി സ്വസ്തി സൂക്ത അർച്ചനയും ധന്വന്തരി പൂജയും, ഭഗവാൻ ഒരു കുടം എള്ളെണ്ണ സമർപ്പണം, എണ്ണ അഭിഷേകം, അതുപോലെ തന്നെ ഈ ചന്ദനം ചാർത്തും വളരെ വിശേഷമാണ്. വിശേഷ ഫലസിദ്ധി പ്രദാനം ചെയ്യാറുണ്ട്. അതുകൂടാതെ ഗണപതി ഹോമവും വൈകുന്നേരമുള്ള ഭഗവത് സേവയും വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്നു.